എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ അതിരുകൾ വിസ്താരമാകണം. ജീവിതത്തിൽ ഇടുങ്ങിയും അമർന്നും ഒതുങ്ങിയും കിടക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിരുകൾ വിസ്താരമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. എബേസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. ബൈബിൾ പറയുന്നവൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം അവൻ്റെ അതിരുകൾ വിസ്താരപ്പെടുത്തി. ഇന്ന് നമ്മൾ ആവർത്തന പുസ്തകം 12-ാം അധ്യായം 20-ാം വാക്യം, യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ അവൻ നിന്റെ അതിർ വിശാലമാക്കും. ഈ വചനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഇടുക്കങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഒരേ അവസ്ഥയിൽ വർഷങ്ങളായി കിടക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണുക. അവരെന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എനിക്കൊരു വിശാലത ഇല്ലയോ? ദൈവം നിങ്ങളോട് സംസാരിക്കുക, നിശ്ചയമായും നിങ്ങൾക്കൊരു വിശാലതയുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ. ഒതുങ്ങിപ്പോയിടത്ത്, അമർന്നു പോയിടത്ത്, തകർന്നു പോയിടത്ത് നിന്റെ അതിരുകളെ വിസ്താരമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ അതിരുകളെ അങ്ങയൊന്ന് വിസ്താരപ്പെടുത്തണം. പരാജയമെന്ന പടുകുടിയിൽ വീണ് കരകയറ്റമില്ലെന്ന് കരയുന്ന ചിലരുടെ കരച്ചിൽ ദൈവം കണ്ടിട്ട് നിങ്ങളോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ താന്നുപോയ സ്ഥലത്ത് നിന്ന് ആ കരം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്ന് നിങ്ങളുടെ അതിരുകളെ വിസ്താരപ്പെടുത്തി ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവാം. സ്തോത്രം. ഇന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന് പറയണം, കർത്താവേ, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ. എൻ്റെ അതിരുകളെ, ദൈവത്തിന് സ്തോത്രം, ഒന്ന് മാറ്റിയിടണമേ എന്ന് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഞങ്ങളുടെ അതിരുകളെ ഒന്ന് വിസ്താരപ്പെടുത്തണമേ, വിശാലപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാ ഞെരുക്കങ്ങളെയും മാറ്റിക്കളയണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.